നൂറുകണക്കിന് സൗദി സൈനികർ കൊല്ലപ്പെട്ടു. ഇറാൻ സഖ്യസേനയുടെ വെളിപ്പെടുത്തൽ. സൗദി അറേബ്യക്കെതിരെ ബ്ലോക്കേഡിന് പകരം ബ്ലോക്കേഡ് എന്ന പുതിയ സൈനിക തന്ത്രം പ്രഖ്യാപിച്ചുകൊണ്ട് യമനിലെ ഹൂതി വിമതർ രംഗത്തെത്തിയത് പശ്ചിമേഷ്യൻ സമുദ്ര സുരക്ഷയെ വീണ്ടും വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. 8 എണ്ണക്കപ്പലുകൾക്കും 2 സായുധ സൈനിക ലാൻഡിംഗ് കപ്പലുകൾക്കും നേരെ ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹ്യ സാരി അവകാശപ്പെട്ടു. ഇവിടെ നൂറുകണക്കിന് സൗദി സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള സാരിയുടെ പ്രസ്താവന. സൗദിയുടെ ഉപരോധങ്ങൾക്ക് മറുപടിയായാണ് തങ്ങൾ ഈ പുതിയ സമുദ്ര ഉപരോധ നീക്കങ്ങൾ തുടക്കമിട്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ചെങ്കടലിലൂടെയും തന്ത്രപ്രധാനമായ ബാബ് എൽ മന്ദേബ് കടലിടുക്കിലൂടെയും കടന്നുപോകാൻ ശ്രമിച്ച സൗദി ബന്ധമുള്ള 48 എണ്ണക്കപ്പലുകളെ തങ്ങളുടെ ആക്രമണ ഭീഷണിയെ തുടർന്ന് തിരിച്ചുവിളിക്കാൻ നിർബന്ധിതരാക്കിയെന്നും ഹൂതി സൈനിക നേതൃത്വം അവകാശപ്പെടുന്നു. മേഖലയിൽ കൂടുതൽ സംഘർഷം വ്യാപിപ്പിക്കാനാണ് സൗദി അറേബ്യയും സഖ്യസേനയും ശ്രമിക്കുന്നതെങ്കിൽ ഇതിലും കടുത്ത പ്രത്യാക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഹൂതി വക്താവിന്റെ മുന്നറിയിപ്പ്. ഹൂതി വിമതർ ഉന്നയിച്ച ഈ വലിയ അവകാശവാദങ്ങളും നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപ്രധാനമായ ചാനലുകൾ വഴി സ്വതന്ത്രമായി സ്വീകരിച്ചിട്ടില്ല. എങ്കിലും ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പുതിയ യുദ്ധപ്രഖ്യാപനം മേഖലയിലെ കപ്പൽ ഗതാഗതത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഹൂതികൾ വീണ്ടും കടലിൽ കരുത്തുകാട്ടുന്നത്. യമനിൽ വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കും സൗദി നയിക്കുന്ന സഖ്യസേനയുടെ സൈനിക ഇടപെടലുകൾക്കും എതിരെയാണ് തങ്ങൾ ഈ സമുദ്ര ഉപരോധം ആരംഭിച്ചതെന്ന് ഹൂതികൾ വാദിക്കുന്നു. യമനിയൻ തുറമുഖങ്ങളിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ വരവ് തടസ്സപ്പെടുത്തുന്ന സൗദി നീക്കങ്ങൾക്ക് സമാധാനമായി സൗദിയുടെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുത്തുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. ചെങ്കടൽ വഴിയുള്ള എണ്ണ വിതരണവും അന്താരാഷ്ട്ര ചരക്ക് നീക്കവും തടസ്സപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഇന്ധന പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിൽ ഒന്നായ ബാബ് എൽ മന്ദേബിൽ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പതിവാകുന്നത് ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഹൂതികളുടെ ഈ നീക്കം സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. സൗദിയുടെ വരുമാനത്തിന്റെ പ്രധാന പങ്കും സമുദ്രത്തിലൂടെയുള്ള എണ്ണ കയറ്റുമതിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. സൗദി എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിടുന്നത് വഴി രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യമാണ് ഹൂതികൾ മുന്നോട്ട് വയ്ക്കുന്നത്. മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത നയതന്ത്ര സംഘർഷങ്ങളുടെ തുടർച്ചയായാണ് ഈ ഹൂതി മുന്നേറ്റവും വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾ പാശ്ചാത്യ ശക്തികൾക്കും അവരുടെ സഖ്യകക്ഷിയായ സൗദിക്കുമെതിരെ കൂടുതൽ ശക്തമായ നിലപാടുകളിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണിത്. അമേരിക്കയും സഖ്യസേനയും ചെങ്കടലിൽ ശക്തമായ നാവിക നിരീക്ഷണം നടത്തുന്നുണ്ടെങ്കിലും ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പൂർണ്ണമായി തടയാൻ അവർക്ക് സാധിക്കുന്നില്ല. ചിലവ് കുറഞ്ഞ ഡ്രോണുകളും അനായാസം മറഞ്ഞിരുന്ന് തൊടുക്കാവുന്ന മിസൈലുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ വൻകിട കപ്പലുകളെ ലക്ഷ്യമിടുന്നത്. ഇത് പരമ്പരാഗത നാവിക ശക്തികൾക്ക് വലിയ വെല്ലുവിളിയാണ്. സൗദി അറേബ്യയും ഹൂതികളും തമ്മിൽ മുൻപ് നടന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകളെയും സമാധാന നീക്കങ്ങളെയും പൂർണ്ണമായി തകർക്കുന്നതാണ് പുതിയ സംഭവവികാസങ്ങൾ. അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിക്കാനും യമനിൽ സുസ്ഥിരത ഭരണ സംവിധാനം കൊണ്ടുവരാനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഈ സമുദ്ര ഉപരോധ പ്രഖ്യാപനം വലിയ തിരിച്ചടിയായി. ഗൾഫ് മേഖലയിലെ മറ്റ് അയൽ രാജ്യങ്ങളും ഈ ഭീഷണിയെ വളരെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. UAE അടക്കമുള്ള രാജ്യങ്ങളുടെ സമുദ്ര സുരക്ഷയ്ക്കും ഈ പുതിയ സംഭവ വികാസങ്ങൾ ഭീഷണിയാകുന്നുണ്ട്. ചെങ്കടലിലൂടെയുള്ള ചരക്കുനീക്കം സുരക്ഷിതമാക്കാൻ അന്താരാഷ്ട്ര നാവികസേനകളുടെ കൂടുതൽ ഇടപെടൽ ആവശ്യമാണെന്ന ആവശ്യവും ഉയരുന്നു. അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ പലതും ആഫ്രിക്കൻ വൻകര ചുറ്റിക്കറങ്ങുന്ന ഹോപ്പ് മുനമ്പ് വഴിയുള്ള നീണ്ട സമുദ്രപാതകൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇത് ചരക്കുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനുള്ള സമയവും യാത്രാ ചെലവും വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു. ഇത് ലോകമെമ്പാടും വിലക്കയറ്റത്തിന് വഴിവെക്കും. യമനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ഈ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ദശകങ്ങളായി തുടരുന്ന യുദ്ധവും ഉപരോധങ്ങളും കാരണം മാനുഷിക ദുരിതം അനുഭവിക്കുന്ന യമനിലേക്ക് അന്താരാഷ്ട്ര സഹായങ്ങൾ എത്തുന്നത് ഇത്തരം കടൽ യുദ്ധങ്ങൾ കാരണം വീണ്ടും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഹൂതികളുടെ വക്താവ് യഹ്യ സാരിയുടെ പ്രസ്താവനകൾ കൃത്യമായ സൈനിക വിനിമയ തന്ത്രത്തിന്റെ ഭാഗമാണ്. സ്വന്തം അണികൾക്ക് ആവേശം നൽകാനും ശത്രുരാജ്യങ്ങളിൽ ഭീതി വിതയ്ക്കാനും ഇത്തരത്തിലുള്ള വലിയ സൈനിക അവകാശവാദങ്ങൾ ഉപയോഗിച്ച് അവർക്ക് സാധിക്കുന്നുണ്ട്.
അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് ഇത്തരം വാർത്തകൾ നൽകുന്നത്. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വൻകിട സാമ്പത്തിക വികസന പദ്ധതികൾക്കും ഈ യുദ്ധ സാഹചര്യങ്ങൾ തടസ്സമാകുന്നുണ്ട്. വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും ടൂറിസം മേഖല വളർത്താനും ശ്രമിക്കുന്ന സൗദിക്ക് അതിർത്തികളിലെയും സമുദ്രത്തിലെയും കടുത്ത സുരക്ഷാ ഭീഷണികൾ കനത്ത തിരിച്ചടിയാണ്. ഹൂതികളുടെ പക്കലുള്ള ആയുധശേഖരത്തിന്റെ ഉറവിടം ഇപ്പോഴും അന്താരാഷ്ട്ര തർക്ക വിഷയമാണ്. കൂടുതൽ ഭൂപരിധിയുള്ള മിസൈലുകളും അണ്ടർ വാട്ടർ ഡ്രോണുകളും ഹൂതികൾ പരീക്ഷിക്കുന്നുണ്ട്. ഇത് സമുദ്രത്തിൽ യാത്രാ കപ്പലുകൾക്കും ചരക്ക് കപ്പലുകൾക്കും ഒരുപോലെ വൻ ഭീഷണിയായി മാറുകയാണ്. നയതന്ത്ര തലത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ അടയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ പോലും ഹൂതികളുടെ സൈനിക നീക്കങ്ങളെ തടയാൻ പ്രാപ്തമല്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത പക്ഷം പശ്ചിമേഷ്യൻ സമുദ്രമേഖല നീണ്ടുനിൽക്കുന്ന ഭീതിതമായ ഒരു പോരാട്ടത്തിന് വേദിയാകും. സൗദിക്കെതിരെയുള്ള ഹൂതികളുടെ ബ്ലോക്കേഡിന് പകരം ബ്ലോക്കേഡ് പ്രഖ്യാപനം സമുദ്ര വ്യാപാര പാതകളെ അസ്ഥിരപ്പെടുത്തുന്ന പുതിയൊരു പോരാട്ടവീര്യമാണ് പ്രകടമാക്കുന്നത്. ചെങ്കടലിലെ ഈ യുദ്ധകാഹളം ആഗോള ഇന്ധന വിപണിയിലും ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിലും വലിയ അലയൊലികൾ സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് ലോകം.